ചട്ടി വെച്ച് കൊടുക്കാം. അടുപ്പ് നന്നായി കത്തുണ്ട്. മുട്ട ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കണം. വെള്ളം ഒഴിച്ചെടുക്കാം. പൊട്ടാമല്ല ഇനി കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കണം. അപ്പോൾ മുട്ട പൊട്ടാതെ നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മുടെ മുട്ട പുഴുങ്ങാനായിട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 10-20 മിനിറ്റാണ് നമ്മുടെ മുട്ട പുഴുങ്ങി വരാനായിട്ട്. അതിനിടയിൽ ഞാനൊരു ചെറിയൊരു ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനൊരു ആപ്ലിക്കേഷനാണ് ഇവിടെ പരിചയപ്പെടുന്നത്. നൊസ്റ്റാ പ്രോ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ ഇവിടെ കാണാം. ഇതൊരു ഗെയിമിംഗ് ആപ്ലിക്കേഷനാണ്. പക്ഷേ നമുക്ക് ഗെയിം കളിക്കാനും പറ്റില്ല. പക്ഷേ ഇതിലൂടെ കുറേ പൈസ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ IPL അതുപോലെ തന്നെ ക്രിക്കറ്റ്, ഫുട്ബോളൊക്കെ ഈ കളികളൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇത് പൈസ വെച്ച് കളിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷേ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ അവർ 100 രൂപ നമുക്ക് തരും. അത് വെച്ച് നമുക്ക് കളിച്ച് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ അടിപൊളി ആപ്ലിക്കേഷനാണ്. ഇത് വെച്ച് നമുക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു സോഴ്സ് കൂടെ നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ചൂടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മുട്ട അവിടെ പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോകും. ഓക്കെ, നമുക്ക് മുട്ടയിലേക്ക് പോകാം. മുട്ട വെച്ചൊരു അരമണിക്കൂർ ആയി ഏകദേശം. വെള്ളം നമുക്ക് ചരിച്ച് കളയാം. നല്ല തണുത്ത വെള്ളം ഒഴിച്ചാൽ അങ്ങനെ ശരിയായിട്ട് വിട്ടുതരും. നല്ലോണം തണുത്താൽ ഇത് ശരിക്കും ഫ്രീ ആയിട്ട് വിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ മുട്ടയിൽ തോടിൽ ഒട്ടിപ്പിടിക്കും. കറി നമുക്ക് റെഡിയാക്കി എടുക്കാം. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഓയിൽ ഒഴിക്കണം. ഓക്കെ, ഇനി കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ്, പെരുംജീരകം, കുറച്ച് ഉലുവ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില, ഇനി കുറച്ച് ഉള്ളി. നമ്മൾ മുഴുവനായിട്ടില്ല, നമ്മൾ കുറച്ച് തൈര് ചട്നി ഉണ്ടാക്കാനുള്ള ഉള്ളിയാണ് കുറച്ച്. കുറച്ച് കല്ലുപ്പൂട് ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വാടിക്കിട്ടും. ഇനി കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി പേസ്റ്റ്, കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്താണത്. കുറച്ച്
തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ കൊടുക്കാം. കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലിയാണത്. കുറച്ച് മഞ്ഞൾപ്പൊടി, മിക്സ് ചെയ്ത് കുറച്ച് മല്ലിപ്പൊടി അധികം ഇടണ്ട. കുറച്ച് പെരുംജീരകം പൊടിച്ചതാണത്. കുറച്ച് ചെറിയ ജീരകം പൊടിച്ചത്. ഇട്ടാൽ ശരിക്കൊരു മണം വരുള്ളൂ. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടച്ചു വയ്ക്കണം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളം തിളച്ചിട്ട് മുട്ട നമുക്ക് ഇട്ട് കൊടുക്കാം. മെല്ലെ 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 മുട്ട നമുക്ക് ഇട്ട് കൊടുക്കാം. കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചാൽ സംഗതി റെഡിയാവും. ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കാം. നമുക്കിത് ഇറക്കി വയ്ക്കാം. നമ്മുടെ കറി റെഡിയായിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാം. ഓക്കെ, നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പറയണം കേട്ടാ. എങ്ങനെയാ കുട്ടികളെ? അടിപൊളിയായിട്ടാ. മുട്ട വേണം നീ കഴിക്കും. മുട്ട തരാട്ടാ.